നമസ്കാരം. കൃഷ്ണാര മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരയം പുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരയം പുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സത്സംഗവുമായി ഒത്തുചേരാൻ അങ്ങ് അനുവദിച്ചതിന് അനന്തകോടി നമസ്കാരം ഗുരുവായൂരപ്പന്റെ പാദത്തിൽ ചെന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരി കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൃഷ്ണപാദമനിശം എന്നാണോ പറയുന്നത് എന്ന്. തീർച്ചയായിട്ടും അതെ. ആചാര്യൻ എന്ന് ഞാൻ അനുസ്മരിക്കാറുള്ള ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ ആചാര്യൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ കൂടിയായ തോട്ടം വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹത്തിന് എപ്പോഴും ഓരോ സപ്താഹവേദിയിലും അനുസ്മരിക്കാറുള്ളത് വാസുദേവ പാദമനിശം ഹൃദി ഭാവയാമി എന്നാണ്. അതേമാതിരി തന്നെയാണ് ഞാനും കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി എന്ന അദ്ദേഹത്തിനെ, ആചാര്യനെയാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഹരി കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി എന്ന തോട്ടം ഹരിയേട്ടനെയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഗുരുവായൂരപ്പനെയുമാണ്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചോദ്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇനി വരുന്ന വീഡിയോയിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കൊക്കെ അങ്ങനെ മറന്നു പോകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് ചോദ്യങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ഇതൊന്ന് കാണിക്കണം എന്ന് തോന്നി. കൃഷ്ണലീല എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഡോക്ടർ ശ്രീലക്ഷ്മി ആദർശാണ് ഇതിന്റെ ഓതർ റൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു വലിയ കഥാകാരി എഴുതിയ പുസ്തകമൊന്നുമല്ല. ആയുർവേദം ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ശ്രീലക്ഷ്മി ആദർശാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ കുട്ടി എഴുതിയിരിക്കുന്നത് ആ കുട്ടിയുടെ കൃഷ്ണാനുഭവങ്ങളാണ്. ഇതെനിക്ക് വായിക്കാൻ വേണ്ടി അയച്ചു തന്നതാണ് കേട്ടോ. കൃഷ്ണാനുഭവങ്ങളുടെ ഒരു പുസ്തകമുണ്ട്, ചേച്ചി ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. എനിക്ക് ഈ പുസ്തകം കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയും ഒരുപാട് നമ്മളിലേക്ക് നോക്കാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം അനേകം അനുഭവങ്ങൾ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നമുക്ക് എന്താ അറിയാം, പൂന്താനത്തിന്റെ കൃഷ്ണാനുഭവങ്ങളെക്കുറിച്ചും മഞ്ജുളയുടെ കൃഷ്ണാനുഭവങ്ങളെക്കുറിച്ചും കുറൂരമ്മയുടെ കൃഷ്ണാനുഭവങ്ങളെക്കുറിച്ചും വിലുമംഗലം സ്വാമിയാരുടെ കൃഷ്ണാനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അറിയാം. ഏതോ കാലത്തുള്ള ഭഗവാന്റെ ഭക്തരെ അനുഗ്രഹിച്ച കഥകൾ അനുസ്മരിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളെ ഗുരുവായൂരപ്പൻ കൊണ്ടു നടത്തുകയാണ് എന്ന് അനുസ്മരിക്കാൻ സാധിക്കാത്തത് എന്നാണ് എനിക്ക് ഈ പുസ്തകം കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. കാരണം എന്ത് വളരെ ഭംഗിയായിട്ടാണ് ശ്രീലക്ഷ്മി ഈ പുസ്തകത്തിലെ ആ കുട്ടിക്ക് വന്ന ഓരോ അനുഭവങ്ങളും കൃഷ്ണനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഗുരുവായൂരപ്പനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പുസ്തകമാണ് ഇത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുവായൂരപ്പൻ എങ്ങനെയൊക്കെയാണ് എന്നെ കൊണ്ടു നടത്തുന്നത് എന്ന് ഒരു നിമിഷം അനുസ്മരിക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, ഇനിയും അനേകം വർഷങ്ങൾ ഭഗവാന്റെ കാരുണ്യത്തിൽ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതും നിമിഷം ഗുരുവായൂരപ്പൻ എൻ്റെ തൊട്ടടുത്തുണ്ട് എന്നൊക്കെയുള്ള ഫീല് എനിക്ക് തോന്നാൻ കാരണം ആയി ഈ ഒരു പുസ്തകം. അത് അങ്ങനെ വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു പുസ്തകം നിങ്ങൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരണം എന്ന്. കൃഷ്ണലീല എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. 55 രൂപയാണ് ഈ പുസ്തകത്തിനുള്ളത്. ഡോക്ടർ ശ്രീലക്ഷ്മിക്ക് ഉണ്ടായ കൃഷ്ണാനുഭവങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചും സ്വന്തം ജീവിതത്തിൽ വെച്ചും ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും കോർത്തിണക്കിയ ഒരു കുഞ്ഞു പുസ്തകമാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴെ ശ്രീലക്ഷ്മിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ആ കുട്ടി അയച്ചു തരുന്നതാണ്. നല്ല രസകരമായിട്ട് വായിച്ചിരിക്കാൻ, ഒരു അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പുസ്തകമാണ്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും വായിച്ചോളൂ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാട്ടോ. ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ കുറേ ദിവസമായിട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് ഇരുന്ന് വായിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാനിത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒറ്റയിരിപ്പിനെ മുഴുവൻ വായിച്ച് തീർത്തു. കാരണം അത് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വായിച്ചു പോകും. നമ്മൾ അവസാനം വരെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കും. അത് നമ്മൾ സമയം പോകുന്നത് അറിയാതെ തന്നെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളുടെ കൃഷ്ണാരി മിത്രങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു തോന്നലല്ലേ കേട്ടോ. ആദ്യത്തെ ചോദ്യം,
ഹരിത മധു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ മകൾക്ക് കുട്ടിയുണ്ടാവാൻ അവതാരം കൃഷ്ണനാട്ടം നടത്തേണ്ടത് ആരുടെ പേരിലാണ്? മോളുടെ പേരിലാണോ മോളുടെ ഹസ്ബൻഡിന്റെ പേരിലാണോ? ഭക്തയുടെ ഇഷ്ടം, ആരുടെ പേരിൽ വേണമെങ്കിലും, അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ രണ്ടുപേരുടെയും പേര് അടിച്ചു തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും അടിച്ചു തരാറുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെയും പേരിൽ ഷീട്ടാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടുപേരുടെ പേരിലും ഷീട്ടാക്കി തരാറുണ്ട്. ഇത് മറ്റു ഭക്തർക്കും കൂടിയും വലിയ ഒരു പ്രചോദനമായിരിക്കട്ടെ. കാരണം മകൾക്കൊരു കുഞ്ഞുണ്ടായതിന് ശേഷം ഷീട്ടാക്കാം എന്നൊരിക്കലും ഈ അമ്മ പറയുന്നില്ല. ഭഗവാൻ അത് ആദ്യം തന്നെ കൊടുത്തതിന് ശേഷം കാത്തിരിക്കാം നല്ലൊരു കുഞ്ഞിനായിട്ട് എന്നാണ് അവരുടെ മനസ്സിൽ തോന്നിയത്. അതെന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതുപോലെ ആവട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയട്ടെ ഇങ്ങനെ. അടുത്തതായിട്ട് നീതു എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, ചേച്ചിയിൽ നിന്നാണ് ഞാൻ ഭഗവാനിലേക്ക് അടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പണ്ടത്തെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു നീതു. എൻ്റെ മോൻ പഠിച്ചത് മറന്നു പോകുന്നു, അതുപോലെ തന്നെ ശ്രദ്ധക്കുറവുണ്ട്, എന്താ ചെയ്യാന്നാണ്. മഞ്ചാടിക്കുരു കൊടുക്കൂ ഗുരുവായൂരപ്പന്. മഞ്ചാടി കൊണ്ട് തുലാഭാരം തൂക്കാൻ നേർന്നോളൂ കുഞ്ഞിന്. ഇവിടെ വരുന്ന സമയത്ത് മഞ്ചാടി കൊണ്ട് തുലാഭാരം അല്ലെങ്കിൽ കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ എല്ലാ ശ്രദ്ധക്കുറവും മാറ്റി തരട്ടെ. ഒപ്പം വെണ്ണ ഷീട്ടാക്കിയിട്ട് കുഞ്ഞിന് ആ വെണ്ണ കഴിക്കാൻ കൊടുക്കുകയും കൂടി ചെയ്തോളൂ. അതും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ഗീത ഷാജി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ശ്വാസം മുട്ടൽ മാറാൻ ഭഗവാന് കയർ വഴിപാട് നടത്തിയാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്, അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയാമോ? എനിക്ക് എന്നും ശ്വാസം മുട്ടലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ അനേകം തവണ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കും ബോറടിക്കരുത്. ഗീത ചേച്ചി ഇത് ഇതുവരെ കേൾക്കാത്തത് കൊണ്ടാണ്. അപ്പം എനിക്ക് രണ്ടാമത് പറഞ്ഞേ നിവർത്തിയുള്ളൂ. കയർ വഴിപാട് ചെയ്യുന്നത് നമുക്കൊന്നിലോ കയർ വാങ്ങിക്കൊണ്ടുവന്ന് വയ്ക്കാം. ചൂടിക്കയർ എന്നാണ് കേട്ടോ. അത് സാധാരണ പ്ലാസ്റ്റിക് കയറൊന്നുമല്ല, സാധാരണ ആ ഒരു ചകിരി കയറുണ്ടല്ലോ അത് തന്നെയാണ് കൊണ്ടുവയ്ക്കാറുള്ളത്. അത് നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വയ്ക്കാം. അതല്ലെങ്കിൽ ആൾരൂപം വഴിപാട് എടുത്ത് വെക്കുന്നിടത്ത് കയറുണ്ട്, അത് എടുത്ത് വെച്ചിട്ട് തത്തുല്യമായ തുക നമുക്ക് ഭണ്ഡാരത്തിൽ ഇടാൻ സാധിക്കും. അതൊന്നും അല്ലെങ്കിൽ കയറുകൊണ്ട് തുലാഭാരം തൂക്കാനും സാധിക്കും കേട്ടോ. ഇതിലേത് വേണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ്. അടുത്തതായിട്ട് ഷീജ ബിനു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, തുലാഭാരം നടത്താൻ നേരത്തെ ബുക്ക് ചെയ്യണോ, ഡീറ്റെയിൽസ് പറയാമോ എന്ന്. നേരത്തെ ബുക്ക് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. തുലാഭാരം നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും രാവിലെ 5 മണി മുതൽ തുലാഭാരം തൂക്കാൻ തുടങ്ങുന്നതാണ്. നട തുറന്നിരിക്കുന്ന എല്ലാ സമയവും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗുരുവായൂരപ്പന് പന്തീരടി പൂജയുടെ സമയത്ത്, ഉഷപൂജയുടെ സമയത്ത്, അതുപോലെ അത്താഴ പൂജയുടെ സമയത്ത്, ഉച്ചപൂജയുടെ സമയത്തൊന്നും നടത്തുന്നതല്ല. അല്ലാത്ത എല്ലാ സമയത്തും നമുക്ക് അവിടെ തുലാഭാരം കൗണ്ടർ ഓപ്പൺ ആണ്. അത് ആ സമയത്ത് പോയി പറഞ്ഞാൽ മതി. എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള തുലാഭാരങ്ങളുണ്ട്. അതിപ്പോൾ പാൽപ്പായസം കൊണ്ട്, അതല്ലെങ്കിൽ അപ്പം കൊണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ ഗുരുവായൂരപ്പന് നിവേദ്യ സാധനങ്ങളുണ്ടല്ലോ, നിവേദ്യ ചോറ് കൊണ്ട്, ഇങ്ങനെയുള്ള നിവേദ്യ സാധനങ്ങൾ കൊണ്ട് തുലാഭാരം തൂക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുൻകൂട്ടി പറയേണ്ടതാണ്. അതല്ലെങ്കിൽ മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങളാണെങ്കിൽ നമുക്കൊന്നും വേണ്ട, പോയി പറഞ്ഞ് തുലാഭാരം തൂക്കി നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള തുക ദേവസ്വത്തിലേക്ക് അടയ്ക്കുക മാത്രമേ വേണ്ടൂ. എന്നാൽ ഇവിടെ ലഭ്യമല്ലാത്ത ദ്രവ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. അടുത്തതായിട്ട് പാർവതി രഞ്ജിത്ത് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, അഴൽ ഷീട്ടാക്കിയാൽ എവിടെയാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ പ്രസാദം കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഴൽ വഴിപാടിന്, അഴൽ നിവേദ്യത്തിന് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പ്രസാദവും ഇല്ല. എന്നാൽ അഴൽ ഷീട്ടാക്കിയാൽ ആ ഷീട്ട് നമ്മൾ ഭഗവതിക്കേട്ടിൽ ദക്ഷിണയോടുകൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് പുഷ്പാഞ്ജലി പ്രസാദം പോലെ പൂവും പ്രസാദവും തരുന്നതാണ്. എന്നാൽ അഴൽ നിവേദ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസാദം ഇല്ല കേട്ടോ. അടുത്തതായിട്ട് ബിന്ദു BC എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മണ്ഡലമാസമായിട്ട് നാരായണീയം എഴുതുന്നുണ്ട്, ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ രാവിലെ കുളി കഴിഞ്ഞ സമയത്ത് തന്നെ എഴുതണമോ, ഒഴിവുള്ള എല്ലാ സമയങ്ങളിലും ചെയ്തുകൂടെ? വൈകുന്നേര സമയം മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞ് കണ്ഠം വരെയുള്ള സ്നാനം മാത്രം കഴിഞ്ഞിട്ടാണെങ്കിലും തല കുളിക്കാതെ ആണെങ്കിലും എഴുതിക്കൂടെ എന്നാണ്. ഒരിക്കൽ തല കുളിച്ചതാണല്ലോ, പിന്നെ തല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റശുദ്ധികളൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നാരായണീയം എഴുതാട്ടോ. ഈ ശുദ്ധം എന്നുള്ളത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ ചെയ്താൽ ശുദ്ധം ഇല്ലാതാവോ, ഇങ്ങനെ ചെയ്താൽ ശുദ്ധം ഇല്ലാണ്ടാവോ എന്നൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നാരായണ നാമം എഴുതുമ്പോൾ ഏത് അശുദ്ധിയിലും എഴുതാമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന സമയത്ത്, ആ പുസ്തകം സമർപ്പിക്കണമെങ്കിൽ അത് പീരീഡ് സമയത്ത് തൊടാൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെയില്ല കേട്ടോ, പുസ്തകത്തിന് യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഇല്ല. ചില വസ്തുക്കൾ നമ്മൾ അശുദ്ധിയുള്ള സമയത്ത് തൊട്ടാലും അതിന് അശുദ്ധം എന്ന് പറയാൻ പറ്റില്ല. അതിന് അശുദ്ധിയാവാത്ത സാധനങ്ങളുണ്ട്.
ഉദാഹരണത്തിന് പാലുണ്ടല്ലോ, പാലിപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ ആ പാലെടുത്ത് മാറ്റി വെച്ചാലും ആ പാലിന് അശുദ്ധിയില്ല. കാരണം ഈ ഗോരസങ്ങൾക്കൊന്നും തന്നെ അശുദ്ധി വരില്ല എന്നാണ് പറയാം. ഇതേമാതിരി കോടി വസ്ത്രങ്ങളുണ്ടല്ലോ, ഒരിക്കലും കഴുകിയിട്ടില്ലാത്ത പുതിയ വസ്ത്രങ്ങൾ, അത് നമ്മൾ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് തൊട്ടാലും അതിന് അശുദ്ധി ആവില്ല എന്നാണ് പറയുക. ഇതേമാതിരി തന്നെയാണ് പേപ്പറാണല്ലോ പുസ്തകം എന്ന് പറയുന്നത്. പേപ്പർ നമ്മൾ അശുദ്ധിയുള്ള സമയത്ത് തൊട്ടാലും അതിന് അശുദ്ധി ആവില്ല എന്നാണ് കേട്ടോ പറയാം. ഇപ്പം ഈ ശുദ്ധാശുദ്ധങ്ങളുടെ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. മറ്റശുദ്ധികളൊന്നും ഇല്ലെങ്കിൽ നാരായണീയം എപ്പോൾ വേണമെങ്കിലും എഴുതാം. അതിനങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നാരായണീയം ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അശുദ്ധിയുള്ള സമയം, അതായത് പീരീഡ് സമയം ഒഴിവാക്കി ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് താഴെയായിട്ട് കമന്റ് വന്നിരുന്നു, നാരായണീയമൊക്കെ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം, അങ്ങനെ പീരീഡ് സമയത്ത് ചൊല്ലാൻ പാടില്ല എന്നില്ല എന്ന്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്താണോ പാലിക്കുന്നത് അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ എന്ന്. ഞാൻ പീരീഡ് സമയത്ത് നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ആത്മീയ ഗ്രന്ഥങ്ങളൊന്നും തന്നെ കൈകൊണ്ട് തൊടാറില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത് എനിക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കേട്ടോ. ഘടകവിരുദ്ധമായി കരുതുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം, അതിൽ തെറ്റുണ്ടാവില്ല. നിങ്ങളുടെ ആചാര്യൻ എന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അടുത്തതായിട്ട്, നെയ്വിളക്ക് സംവിധാനം പക്ഷാഭേദമല്ലേ? ഗുരുവായൂരപ്പന് പക്ഷാഭേദം പാടുണ്ടോ എന്നാണ് അംബികാവിശാഖം എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും നെയ്വിളക്ക് സംവിധാനത്തിലെ ഗുരുവായൂരപ്പന് ഒരു പക്ഷാഭേദമുണ്ട് എന്ന് നിങ്ങളിൽ ഒരാൾ പോലും വിചാരിക്കരുത്. കാരണം അങ്ങനെ ഒരു പക്ഷാഭേദം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ അവരെ മാത്രം, നെയ്വിളക്കുകാരെ മാത്രം സോപാനത്തിലൂടെ കടത്തിവിടുകയോ നെയ്വിളക്കുകാരെ മാത്രം 5 മിനിറ്റ് അധികം തൊഴാൻ സമ്മതിക്കുകയോ അങ്ങനെ ഒന്നും അവിടെ നടക്കുന്നില്ല. നെയ്വിളക്ക് ഷീട്ടാക്കുന്നവരും ജനറൽ ക്യൂവിൽ വരുന്നവനും സ്റ്റാഫ് ക്യൂവിൽ വരുന്നവനും സ്പെഷ്യൽ ക്യൂവിൽ വരുന്നവനും പ്രാദേശികത്തിൽ വരുന്നവനും എല്ലാവരും ഗുരുവായൂരപ്പന്റെ മുമ്പിലേക്കുള്ള വരിയാവുമ്പോൾ ഒറ്റ വരിയിലാണ് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. ആ സ്റ്റാഫ് ക്യൂ വന്ന് ചേരുന്നത് ജനറൽ ക്യൂവിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ നെയ്വിളക്കിൻ്റെ ഷീട്ട് എടുത്ത് വരുന്ന ആളുകളും ജനറൽ ക്യൂവിൻ്റെ നമ്മുടെ ചുറ്റമ്പലത്തിൻ്റെ പടി കടന്ന് ഉള്ളമ്പലത്തിലേക്ക് കടക്കുന്ന ആ നിമിഷം തൊട്ട് സർവരും സമമാണ്. ആരും സ്പെഷ്യൽ ആയിട്ടില്ല, എല്ലാവരെയും ഒരുപോലെ ഭഗവാൻ കണക്കാക്കണേ. അവിടെ എവിടെയാ പക്ഷാഭേദം? നമ്മുടെ ഗുരുവായൂരപ്പന് പക്ഷാഭേദം ഉണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. കാരണം ഗുരുവായൂരപ്പന് സൗന്ദര്യമില്ലാത്ത ഒരാൾ വന്ന് ആശ്രയിക്കുകയാണെങ്കിൽ ഭഗവാൻ അവർക്ക് സൗന്ദര്യം നൽകി അവരെ ഉയർത്തും. ധനമില്ലാത്ത ഒരാൾ വന്ന് ആശ്രയിക്കുകയാണെങ്കിൽ അവർക്ക് ധനസ്ഥിതി ഉണ്ടാവാൻ ഭഗവാൻ ആദ്യം അനുഗ്രഹിക്കും. പഠിപ്പും വിവരവും ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഭഗവാൻ അവരുടെ മുമ്പിലും ഓടിച്ചെല്ലും. ഭഗവാൻ അങ്ങനെ യാതൊരു പക്ഷാഭേദവും ഇല്ല. അതിവിടെ ഗുരുവായൂരപ്പനായിട്ടിരിക്കുമ്പോൾ ഒട്ടുമില്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. ഇത് ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ്. ഈ ക്യൂ സംവിധാനം തന്നെയാണ്. എത്ര പണം കൊടുത്ത് വന്ന ആൾക്കാരാണെങ്കിലും എത്ര VIP ദർശനത്തിന് വന്ന ആൾക്കാരാണെങ്കിലും Z കാറ്റഗറിയിലുള്ള ആൾക്കാർ വരുമ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് അവരുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമാണ് അങ്ങനെ കടത്തിവിടുന്നത്. അതല്ലാതെ ബാക്കി എത്ര പണത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാലും ക്ഷേത്രത്തിനകത്ത് ആ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം വരെ അവർക്ക് VIP ട്രീറ്റ്മെന്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ തന്നെയാണ് അവർ തൊഴുന്നത്. ഒരു നിമിഷം അധികം നിർത്തി തൊഴിക്കാനും ആരും തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ഉണ്ണികൃഷ്ണന് യാതൊരു പക്ഷാഭേദവും ഇല്ല. 1000 രൂപയുടെ നെയ്വിളക്ക് ചീട്ടാക്കുന്നതിനെ എതിർത്ത് പറയുന്ന ഭക്തജനങ്ങളോട് ഞാനും ചോദിക്കുന്നു, വളരെ തിരക്കുള്ള ഒരു ദിവസം നിങ്ങൾ എത്ര ആയിരങ്ങൾ മെഡിസിൻ വാങ്ങാൻ ചെലവാക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ എത്ര ആയിരങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണവും ലക്ഷറിയും ഒക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ചെലവാക്കുന്നുണ്ട് ഇല്ലേ? അതിൽ 1000 നമ്മൾ ഗുരുവായൂരപ്പന്റെ ശ്രീലകത്ത് നെയ്വിളക്ക് ഷീട്ടാക്കാൻ ചെലവാക്കാൻ കഴിവുള്ളവർ ചെലവാക്കട്ടെ. നമുക്കതിന് കഴിവില്ലേ? നമ്മൾ ജനറൽ ക്യൂവിൽ വരൂ. അതല്ലേ അതിൻ്റെ ശരി. അതല്ലാതെ അവിടെ ഒരു പക്ഷാഭേദം കാണിച്ചു എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണല്ലോ? ഒരു പക്ഷാഭേദവും ഇല്ല. നമ്മുടെ ഗുരുവായൂരപ്പനാണ്. നമ്മുടെ ഗുരുവായൂരപ്പന് ഒട്ടും പക്ഷാഭേദമില്ല. അങ്ങനെ തന്നെ വേണം കരുതാൻ കേട്ടോ. അടുത്തതായിട്ട് അമ്പിളി സുരേഷ് എന്ന ഭക്തയാണ്. ഞാനത് വായിക്കാം കേട്ടോ. ഞാൻ എല്ലാ തേഴ്സ്ഡേയും ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ പോകും. അവിടെ നിന്ന് 4-5 ദശകം നാരായണീയം വായിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച പോയപ്പോൾ പ്രസാദത്തിൻ്റെ കൂടെ തിരുമേനി ഒരു മയിൽപ്പീലി തന്നു. ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല മയിൽപ്പീലി എന്ന് തിരുമേനി പറഞ്ഞു. ഭഗവാന് ഇഷ്ടമായിട്ടുണ്ട് എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം.
സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. എന്നാൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞു അത് തിരുമേനി വെറുതെ പറഞ്ഞതാകും എന്ന്. ഇതിനെപ്പറ്റി സവിതയ്ക്ക് എന്താണ് ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നതെന്ന് പറയാമോ എന്ന്. നാരായണീയം എവിടെ 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 വായിക്കുന്നോ അവിടെ അവിടെ ഏകദേശം ഒരു 3 വയസ്സ് പ്രായക്കാരനായിട്ട് ഒരു കുഞ്ഞു കസവും കൊണ്ടൊക്കെ ഉടുത്ത് കേരളീയ സമ്പ്രദായത്തില് നമ്മുടെ ഉണ്ണികൃഷ്ണൻ മുമ്പിൽ അവിടെ വന്ന് ചമ്രം പടിഞ്ഞിരിക്കും. എന്താ പറയണേന്ന് അറിയാൻ എന്നുള്ള കൗതുകത്തോട് കൂടിയിട്ട് 2 കൈകളും ആ താടിയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് സുഖമായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കും. എത്ര തന്നെ തെറ്റി വായിച്ചാലും എത്ര തന്നെ അർത്ഥമറിയാതെ വായിച്ചാലും അതെല്ലാം ആസ്വദിക്കുന്ന ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് നമ്മുടെ മുമ്പിൽ നാരായണീയം കേൾക്കാൻ പാകത്തിന് വന്നിരിക്കുന്നവനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണന് സന്തോഷമായി. കുഞ്ഞുണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് മയിൽപ്പീലിയും ഓടക്കോലും മഞ്ചാടിക്കുരും ഒക്കെ തന്നെയാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അമ്പിളി ചേച്ചി അവിടെ ഇരുന്ന് എത്ര ദിവസമായി ഇങ്ങനെ 4-5 ദശകം നാരായണീയം വായിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ദിവസം ഇവൾക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ, എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് ആ തലയിൽ കുത്തിയിരിക്കുന്ന മയിൽപ്പീലി എടുത്തിട്ട് ആ മേൽശാന്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്പിളിക്ക് കൊടുത്തോളൂ എന്ന്. അങ്ങനെയാണ് ആ മേൽശാന്തി കൊണ്ടുവന്ന് അമ്പിളി ചേച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത് ആ മയിൽപ്പീലി. ഇതിൽ കൂടുതൽ തെളിവ് ഇനി തരാൻ ഇല്ല കേട്ടോ. അമ്പിളി ചേച്ചി ഗുരുവായൂരപ്പന് സന്തോഷമായി എന്നുള്ളതിൻ്റെ അടയാളം തന്നെയാണ്. പക്ഷെ ചില ആളുകൾക്ക് മറ്റൊരാള് ഭക്തിപൂർവം അല്ലെങ്കിൽ സ്നേഹപൂർവം പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർക്ക് കണ്ണിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മനുഷ്യരുടെ ഒരു കുഴപ്പമാണ്. ചില ആൾക്കാർ നേരിട്ട് കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ. ചില ആൾക്കാർക്ക് പറഞ്ഞു കേട്ടാലും വിശ്വാസമാവും. ചില ആൾക്കാർക്ക് അനുഭവം കൊണ്ടാണ് വിശ്വാസമാവുക. നമ്മുടെ കൈ മുറിഞ്ഞു എന്ന് വിചാരിക്കാം. ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കരയാൻ സാധിക്കും. അയ്യോ കൈ മുറിഞ്ഞൂലേ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കാൻ. പക്ഷെ ആ വേദന അത് അനുഭവിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ അല്ലെ. അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ അമ്മയ്ക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ മക്കൾക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. ഇതുമാതിരിയാണ് കൃഷ്ണാനുഭവങ്ങളും. ഇത് നമുക്ക് മാത്രമായിട്ട് ഭഗവാൻ തരുന്ന ഒരു ഗിഫ്റ്റാണ് എന്ന് കരുതൂ. വേദന പോലെ എന്ന് ഞാൻ പറയാൻ കാരണം ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് നമുക്ക് എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്നുള്ളത്. വേറെ ഒരാൾക്കും മനസ്സിലാവില്ല. ഇതേമാതിരിയാണ് കൃഷ്ണാനുഭവം. നമുക്ക് എത്രത്തോളം അത് നമ്മുടെ ഉള്ളിലേക്ക് സന്തോഷം പകരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവര് അത് വെറുതെ പറഞ്ഞതാവും, അത് നിന്റെ തോന്നലാവും എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. ആ തോന്നലാണ് നമ്മുടെ ജീവിതം. അങ്ങനെ തന്നെ പറയൂ കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണന് ഒരുപാട് സന്തോഷമായതിൻ്റെ അടയാളമായിട്ട് ആ മയിൽപ്പീലി എന്നും സൂക്ഷിച്ചു വെക്കട്ടെ. അടുത്തതായിട്ട് നളിനി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത എൻ്റെ മകൻ്റെ മകൾ 6 വയസ്സുള്ള ഐറിൻ മോൾ എല്ലാ കുട്ടികളെയും പോലെ സംസാരിക്കുന്നില്ല. എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഗുരുവായൂർ അമ്പലത്തിലെ ആൾരൂപം വഴിപാട് വെക്കുന്നിടത്ത് നാവും നാരായവും വയ്ക്കാൻ സാധിക്കും. ആ സമയത്ത് അവിടെ വരുന്ന സമയത്ത് അതെടുത്ത് വെച്ചോളൂ. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള കേൾവിയുടെയും ശബ്ദത്തിൻ്റെയും ഒക്കെ പ്രശ്നം വരുമ്പോൾ കേളിക്കൈ വഴിപാട് ഷീട്ടാക്കിക്കോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. കേളിക്കൈ വഴിപാട് ഷീട്ടാക്കിക്കോളൂ. പിന്നെ ആ കുഞ്ഞിനെ ഉദ്ദേശിച്ച് എന്താണോ ഈ അമ്മയ്ക്ക് തോന്നുന്നത് ആ വഴിപാട് ഗുരുവായൂരപ്പന് നൽകിക്കോളൂ കേട്ടോ. കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കണമെങ്കിൽ അങ്ങനെ ആവാം, അതല്ലെങ്കിൽ ആൾരൂപം എടുത്ത് വയ്ക്കാം, അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒപ്പം തന്നെ കേളിക്കൈ വഴിപാടും ഷീട്ടാക്കാം കേട്ടോ. അടുത്തതായിട്ട് വിജയം എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മോളെ എനിക്ക് ഗുരുവായൂരപ്പനെ നല്ലോണം ഒന്ന് കാണുവാൻ സാധിച്ചിട്ടില്ല, സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഗുരുവായൂരപ്പന് ഒരു വനമാല ചാർത്താൻ നേർന്നിട്ടുണ്ട്, അതിനെന്താണ് ചെയ്യേണ്ടത്? രസീത് എടുത്താൽ ചാർത്തുമോ ഒന്ന് പറയണമേ എന്ന്. തീർച്ചയായിട്ടും വനമാല ചാർത്താനായിട്ട് വഴിപാടാക്കുകയാണ്, അതായത് റെസീറ്റ് എടുക്കുകയാണ് വേണ്ടത്. എന്നാൽ വനമാല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഷീട്ടാക്കാൻ സാധിക്കില്ല. ഉണ്ടമാല എന്ന് വേണം കേട്ടോ പറയാൻ. ഉണ്ടമാല ഷീട്ടാക്കിയാൽ മതി. ഗുരുവായൂരപ്പന് മാല കെട്ടി ചാർത്തും അവിടെ ഉള്ളവർ. ഇനി വരുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ നല്ലോണം കണ്ടു തൊഴാനുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ലോണം ഉണ്ണികൃഷ്ണനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്
ഒന്നങ്ങോട്ട് നമസ്കരിക്കുക, എന്നിട്ട് പറയാം, നമസ്കാരം പ്രിയനായ ഉണ്ണികൃഷ്ണ, ഞാൻ വരുന്നുണ്ട്, എന്നെ നോക്കണേ, എനിക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും അങ്ങൊന്ന് സാധിച്ചു തരണേന്ന്. എന്നിട്ട് ആ ആഗ്രഹത്തിന്റെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ പറ്റണം, വലിയ തിരക്കില്ലാതെ തൊഴാൻ പറ്റണം, അലങ്കാരം എന്താന്ന് മനസ്സിലാക്കാൻ സാധിക്കണം, ഗുരുവായൂരപ്പന് അടിപ്രദക്ഷിണം വെക്കാൻ സാധിക്കണം, സാധാരണ പ്രദക്ഷിണം ഇത്ര എണ്ണം വെക്കാൻ സാധിക്കണം, എല്ലാ വഴിപാടുകളും ഷീട്ടാക്കാൻ സാധിക്കണം, അതിന്റെ പ്രസാദം കിട്ടണം, ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ആ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക വേണ്ടു. ഭഗവാൻ എല്ലാം തഥാസ്തു പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഒന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. അടുത്തതായിട്ട് അപർണായസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഞാൻ നാരായണീയം ദിവസവും ചൊല്ലി നമസ്കരിക്കാറുണ്ട്. ഇന്നലെ മുതൽ മുടങ്ങിപ്പോയി ചേച്ചി. എനിക്ക് ചിക്കൻ ബോക്സ് വന്നിരിക്കുകയാണ്. ഞാൻ നല്ല വിഷമത്തിലാണ് ചേച്ചി, എന്താ ചെയ്യുകയെന്ന്. ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഒന്നും മുടക്കമായിട്ട് കണക്കാക്കണ്ട കേട്ടോ. ഗുരുവായൂരപ്പന് എന്നാണോ കുളിക്കാൻ പറ്റണ അന്ന് തൊട്ട് വീണ്ടും നാരായണീയം ചൊല്ലിക്കോളൂ. നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു കുരുക്കിടലുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ വിചാരിക്കുക എന്താ, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നാരായണീയം കൊണ്ട് സാധ്യമാണ്. അപ്പൊ നമ്മൾ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ ചൊല്ലുന്ന നാരായണീയത്തിന്റെ സമയത്ത് ഇതുപോലെ ഒരു അസുഖം വരിക എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഉണ്ണികൃഷ്ണ, ഞാനിപ്പോൾ ഇത് എന്തിനാ ചൊല്ലിയത്, ഞാൻ ചൊല്ലിയിട്ട് ഇപ്പം എന്താ ഉണ്ടായത്, എനിക്ക് വീണ്ടും ഇങ്ങനെ അസുഖങ്ങൾ വരാൻ തുടങ്ങിയ എന്താ ഞാൻ ചെയ്യുക, ഞാൻ അതൊന്നും ചൊല്ലണില്ല കേട്ടോ. ഇങ്ങനെ പറയുമോ നമ്മള്, അതോ നീ കൃഷ്ണ എനിക്കിപ്പം അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇതൊന്ന് മാറി കുളിക്കട്ടെ, അടുത്ത ദശകം ഞാൻ ഉണ്ണിയെ ചൊല്ലി കേൾപ്പിക്കാം കേട്ടോ, ഇങ്ങനെ പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ ഇങ്ങനൊരു കുഞ്ഞു പരീക്ഷണം, ഒരു കുഞ്ഞു കുരുക്ക് ഇട്ട് തരുന്നത്. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് അടുത്ത കുളി കഴിഞ്ഞ ഉടനെ നാരായണീയം വീണ്ടും ചൊല്ലാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ, അതിനനുഗ്രഹിക്കട്ടെ. ഇത് മുടക്കമായിട്ടൊന്നും ഒരിക്കലും കണക്കാക്കരുത് കേട്ടോ. പിന്നെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ ചിക്കൻ ബോക്സ് വരുമെന്നു. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യം, ശുഭകാര്യം സംഭവിക്കുന്നു. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, ശുഭകാര്യം സംഭവിക്കും എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശുഭവാർത്ത നീത് അപർണയെ തേടി വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഭഗവതിയമ്മയെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ശിവേലി ഉള്ളതുകൊണ്ട് സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടാവില്ലേ ഒന്ന് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട് കേട്ടോ. ശിവേലി ഉണ്ടെങ്കിലും സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം അവിടെ ഉണ്ട്. പലരും എന്നോട് ഏകാദശി ദിവസത്തെ കാര്യം ചോദിച്ചിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ഒന്നും കൂടി അന്വേഷിക്കാം. അന്വേഷിച്ചു എന്ന് കരുതിയിട്ടോ, നിങ്ങളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുവന്നു എന്ന് കരുതിയിട്ടോ കാര്യമില്ല. ആ നിമിഷം ചിലപ്പോൾ അത് മാറ്റിയേക്കാം. എന്നാലും ഞാൻ ഒരു കാലാവസ്ഥാ പ്രവചനം പോലെ ഇങ്ങനെ ആയേക്കാം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. നിലവിൽ ക്യൂ സംവിധാനത്തിന് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഉണ്ട്. അവിടെ കാഴ്ചശിവേലി നടക്കുകയാണെങ്കിലും ഇവിടെ സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് അംബുജം വിമല എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. 41 ദിവസം നാമം ജപിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അത് കൗണ്ട് ചെയ്യണം എന്നും പറഞ്ഞിരുന്നല്ലോ, ഇത് നാരായണ നാമം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാരായണ നാമമാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല, 41 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാൻ നമുക്ക് നാരായണ നാമമാണ് ആശ്രയിക്കാൻ സാധിക്കുക. മറ്റു നാമങ്ങൾ ചൊല്ലുമ്പോൾ അതിന് ശുദ്ധം നോക്കണം എന്ന് പറയില്ലേ, നാരായണ നാമത്തിന് യാതൊരു ശുദ്ധവും ഇല്ല. അതും പ്രണവം കൂട്ടാണ്ടാണെങ്കിൽ ഒട്ടും ശുദ്ധം നോക്കാനില്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ചൊല്ലാം. അതുകൊണ്ടാണ് നാരായണ നാമം 41 ദിവസം. അത് മാത്രമല്ല, നാരായണ നാമത്തിനോട് എനിക്ക് ഇത്തിരി അധികം ഇഷ്ടമുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നാരായണ നാമമാണ് ജപിച്ച് കൗണ്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചൊല്ലാത്തവരൊക്കെ വേഗം വേഗം ചൊല്ലി തുടങ്ങിക്കോളൂ. അടുത്തതായിട്ട് രജി ബാബു എന്ന ഭക്ത ആണ് ചോദിച്ചിരിക്കുന്നത്. സഹിത ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 6:50 കുളി കഴിഞ്ഞ് വിളക്ക് വെക്കുമ്പോൾ 7:10 ആ സമയം വിളക്ക് വെക്കുന്നത് ദോഷമാണെന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? ആരെങ്ങനെയൊക്കെ പറയണ്ടേ, തമസോമാ ജ്യോതിർഗമയ എന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴാണ് ഇരുട്ടകറ്റി പ്രകാശം വരുത്തുക എന്നുള്ളത് മാത്രമാണ് വിളക്കിന് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയണത്. ഇത് തന്നെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നാമം ചൊല്ലുമ്പോൾ നമ്മൾ
ഒന്ന് വിളക്ക് വെച്ച് നാമം ചൊല്ലുക എന്ന് പറയുന്നത് അതന്നെ വലിയ കാര്യമാണ്. പിന്നെ ഗുരുവായൂരപ്പനെ അറിയില്ലേ നാമം ചൊല്ലുന്ന ആള് എപ്പോഴാണ് ഓഫീസിൽ നിന്ന് വരുന്നത്, എപ്പോഴാണ് ജോലി കഴിയുന്നത് എന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തുക, എന്നിട്ട് നമ്മളങ്ങോട്ട് ചൊല്ലുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരോട് ഇത്തിരി അധികം ഇഷ്ടമുണ്ട് അത്രേ ഉണ്ണികൃഷ്ണന്. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വരാൻ നേരം വൈകുന്നതൊന്നും ഒരു വൈകലായിട്ട് കണക്കാക്കരുത്. പ്രഭാത സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയ്ക്കും എപ്പോഴും വിളക്ക് വെക്കണം എന്നാണ് പറയുക. പക്ഷെ നമ്മളുടെ സാഹചര്യം പ്രതികൂലമായാൽ നമ്മൾ ഏത് സമയത്താണോ വരുന്നത് അപ്പോൾ കുളിച്ച് വിളക്ക് കൊളുത്തുന്നത് നല്ല പ്രവണതയാണ്, ഒരിക്കലും നിർത്തണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അടുത്തതായിട്ട് ഷൈനി ശിവൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, നാരായണീയം ചൊല്ലുന്നത് മുടങ്ങുന്നതിൽ തെറ്റുണ്ടോ? ഷൈനി ചേച്ചിക്കുള്ള മറുപടി കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപർണയോട്, ഒരിക്കലും മുടങ്ങുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയുന്നില്ല, കഴിവതും മുടങ്ങാതെ ചൊല്ലിക്കോളൂ. എവിടെ വെച്ചാണോ മുടക്കം വന്നത് നെക്സ്റ്റ് ഡേ അത് തൊട്ട് വീണ്ടും ചൊല്ലി തുടങ്ങിക്കോളൂ കേട്ടോ. നാരായണീയ പ്രിയനായിട്ടുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ നാരായണീയം വളരെ ഉപകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ശ്രീലേഖ MS എന്നാണ് തോന്നുന്നു കേട്ടോ. ഒരു ഭക്ത ചോദിച്ചിരിക്കുന്നത്, 54 വയസ്സുള്ള അമ്മയാണ് ഞാൻ. എൻ്റെ മകൻ ഭയങ്കര മദ്യപാനിയായി മാറിയിരിക്കുകയാണ്. തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല, ജോലിയെല്ലാം നഷ്ടപ്പെടുകയാണ്. വിവാഹിതനും ഒരു കുട്ടിയുമുള്ള ആളാണ്. ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗുരുവായൂരപ്പന് താമര സമർപ്പിച്ചോളൂ, വളരെ നല്ലതാണ്. എനിക്കിപ്പോൾ തോന്നുന്നതാണ് കേട്ടോ, ഇതിൻ്റെ ആധികാരികതയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. താമര എന്ന് പറയുന്നത് ചളിയിൽ നിന്നും വളർന്നു വന്ന ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ചെളിയൊക്കെ മാറി ഗുരുവായൂരപ്പനോട് എടുക്കാൻ വേണ്ടി താമര സമർപ്പിച്ചോളൂ. വരുന്ന സമയത്തൊക്കെ ഗുരുവായൂരപ്പന് താമര നൽകിക്കൊണ്ട് പറഞ്ഞോളൂ, മകന്റെ ദുശീലങ്ങളെല്ലാം മാറി നല്ല ശീലത്തിലേക്ക് വരണേ എന്നും മനസ്സമാധാനം തരണേ എന്നും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കൂ കേട്ടോ. അടുത്തതായിട്ട് അർച്ചന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, നാരായണീയം ബുക്കിൽ എഴുതുമ്പോൾ അർത്ഥം കൂടി പകർത്തി എഴുതണോ? അങ്ങനെയില്ല, നാരായണീയം ശ്ലോകം മാത്രമായിട്ട് എഴുതാം കേട്ടോ. അർത്ഥം കൂടി പകർത്തി എഴുതണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി അർത്ഥം കൂടി പകർത്തി എഴുതുന്നവരുണ്ടെങ്കിൽ അതും നല്ലതാണ്, അത് ഭക്തയുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി എൻ്റെ ചോദ്യവും കഥയും. ഇന്നിനി ഒരു കഥ പറയാനുള്ള സമയമുണ്ട് എന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ ചോദ്യം ഇതാണ്, ഗുരുവായൂരപ്പന്റെ കളഭാട്ടം എന്നാണ്, ഏത് ദിവസമാണ് എന്നല്ല, ഏത് ദിവസമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. എന്ന് എന്നുള്ളത് ഡേറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗുരുവായൂരപ്പനെ കളഭാടുന്നത് വർഷത്തിലൊരിക്കലാണെന്നും അത് ഇന്ന ദിവസമാണ് എന്നും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചവരാണെങ്കിൽ പറയൂ, ഗുരുവായൂരപ്പന്റെ കളഭാട്ടം എന്നാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. അപ്പൊ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. എല്ലാവരും മണ്ഡലകാലത്ത് നാമജപം മുടങ്ങാതെ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആരുടെയെങ്കിലും മുടങ്ങിപ്പോയ വിഷമിക്കേണ്ട, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ 41ാമത്തെ ദിവസം നമ്മളുടെ ഈ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എത്രയാണോ നാമം ജപിച്ചത് അത്രയും കൗണ്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. Ready? 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 Ready, steady, go. നമസ്കാരം, കൃഷ്ണാരപത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.